ഗായ്സ്, വെൽക്കം ടു KLTUK യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളുടെ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ് ഗായ്സ്. ഇൻട്രോ ഒന്നും എടുക്കാൻ അന്നേരം പറ്റിയില്ല. പക്ഷേ ഇന്ന് നമ്മളുടെ ബേബിയുടെ 28 കെട്ടാണ്. വലിയ ഫങ്ഷനായിട്ടൊന്നും നടത്തുന്നില്ല, നമ്മുടെ ക്ലോസ് ഫാമിലി ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള ഡെക്കറേഷനും കാര്യപരിപാടികളും ഒക്കെയാണ്. നമ്മളുടെ വളരെ സ്പെഷ്യലായിട്ടുള്ള അവളുടെ ആദ്യത്തെ ഫങ്ഷനാണ് 28. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ സ്റ്റാർ എൻ്റെ അമ്മയുടെ കയ്യിലിരിപ്പുണ്ട്. പിന്നെ നമ്മുടെ വെരി ക്ലോസ് റിലേറ്റീവ്സിനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. എൻ്റെ ആൻറ്റിയും മോളും ഉണ്ട്, അതുപോലെ നമ്മുടെ വേറൊരു കസിനും ഉണ്ട്. എത്രയും പേരേ ഉള്ളൂ. ചെറിയ ഫങ്ഷനാണ്, നമ്മുടെ ഒരു ഹാപ്പി മൊമെൻറ്റ്. ശാരി ഉടുക്കാനോ? ശാരി ഉക്കട്ടെ ഞങ്ങൾ. അമ്മച്ചി ചാടി ഒപ്പിച്ചുവാനോ, ടക്കരു പെണ്ണിനെ ചാടി ഒപ്പിച്ചുവാനോ, ആനോ 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 ചാരി ഉക്കുവാനോ, കള്ളിപ്പെണ്ണ് ചാരി ഉക്കുവാനോ. എന്റെ വായുടെ തമ്പരാത്തി ഏടില്ലത്തെയാ, ഏടില്ലത്തെ തമ്പരാത്തിയാ. ഏത് മലക്കലെയാ കുഞ്ഞേ? കെട്ടാൻ വകുപ്പില്ലല്ലേ? അയ്യോ, ബ്ലൗസ് ഇടാൻ മണ്ണ് പോയോ നമ്മുടെ? ഇല്ലത്തെ പെണ്ണുങ്ങൾ ബ്ലൗസ് ഇടാറില്ല. എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപ തോന്നണമേ. അങ്ങനെയാണ് ഞാൻ തേടുന്നത്. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവാൻ ഞാൻ അങ്ങയുടെ സ്വർഗ്ഗം കീഴിൽ ശരണം പ്രാപിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമായി എന്നെ രക്ഷിക്കാൻ, എന്നെ ചവിട്ടി വയ്ക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. ദൈവം തന്റെ കാര്യം വിശ്വസിച്ചു. കൂടി വന്നിരിക്കുന്ന അവിടുത്തെ വലിയ കർമ്മ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ആവശ്യമായ ആരോഗ്യ അനുഗ്രഹങ്ങളും കൊടുത്ത് മോളെ അനുഗ്രഹിക്കണേ. ബാലാഷ്ടം എന്നൊക്കെയും വിടുവിക്കണേ. കർത്താവിന് പാട്ട് നിർത്തല്ല. എന്റെ പരിപാടി അറിയാവോ? ഇതിൻ്റെ ഡാഡ അരിഞ്ഞാണം കെട്ടാൻ പോവാണ്. ആദ്യം നമ്മൾ കറുത്ത ചരട് കെട്ടിയിട്ട് പിന്നെ സ്വർണത്തിൻ്റെ അരിഞ്ഞാണം കെട്ടും. അപ്പം അപ്പന്മാരാണത് ചെയ്യുന്നത്. എന്താ ഇത് കാണുമ്പോൾ, ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ എന്ത് ഇമോഷനാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത്ര സന്തോഷമുണ്ട്. അപ്പം വീട്ടുകാരാണ് ഞങ്ങൾ അറിഞ്ഞാണ് ഇടുന്നത്.
സാരമില്ല. ചക്കരപ്പൊടി ആന്നേടി പോറ്റടി പോറ്റടി എങ്ങനെയാ പാട്ടെങ്ങനെ സോളിയമ്മേ ആ പാട്ടെങ്ങനെ ചക്കരമുത്ത പങ്കളിയെ കുട്ട പങ്കളിയെ ചക്കരമുത്ത പങ്കളിയെ പങ്കളിയെ ചക്കരമുത്ത പങ്കളിയെ വാവക്കുട്ട പങ്കളിയെ ഞങ്ങള് കഴുത്തിലിടുവേ വള പിന്നെ മൈ തണുപ്പൊക്കെ കാരണമായിരിക്കും കുഞ്ഞ് നല്ല കരച്ചിലായിരുന്നു. അവളിങ്ങനെ ഉടുപ്പില്ലാതെ ഇങ്ങനെ കിടന്നിട്ടില്ലല്ലോ. പക്ഷെ നമ്മുടെ ചടങ്ങിന് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുന്നോ, ഒരു കാലിലിട്ട് കാലത്തിളൊക്കെ ഊരിക്കളഞ്ഞ് ഭയങ്കര കരച്ചിലും പ്രശ്നമായിരുന്നു. ഞാൻ പിന്നെ പാലൊക്കെ കൊടുത്ത് പിന്നാണ് ആളെ തിരിച്ച് കൊണ്ടുവന്ന് കിടത്തി. ഇപ്പോഴാണ് ആളൊന്ന് കാമായത്. തണുപ്പാണ് ഇവിടെ, അപ്പോൾ തണുപ്പ് കുഞ്ഞിന് നല്ലോണം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാവും. എന്താണെങ്കിലും ഇവളിങ്ങനെ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു വേറെ തന്നെ ഒരു ഫീല്. പേര് വിളിക്കാൻ പോവാ. വലത്തോ എടുത്തോ ആദ്യം ഇവിടെ എന്റെ വലുത്. നാളെ പേര് വിളിക്കാൻ പോവാ കേട്ടോ. ഇന്ന് തൊട്ട് ഈ പേരിലാണ് അറിയപ്പെടുന്നേ. എംറിൻ മരിയ എബിൻ. എംറിൻ മരിയ എബിൻ. എംറിൻ മരിയ എബിൻ കേട്ടോ. ഇടാൻ അക്കുറിന്റെ പേര് ഇടിയിട്ടുണ്ട്. കാണാതെ എമ്മിമോളാ. എമ്മിമോള് ഇഷ്ടപ്പെട്ടോ? എന്തിനാ കടയുന്നേ? നല്ല പേര്, നല്ല പേരില്ലയോ? ഞങ്ങളുടെ എമ്മിമോടെ ഇരുപത്തെട്ട് ചടങ്ങ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. എമ്മിൻ ഉണങ്ങുവാണോ എമ്മിമോളെ? അടിപൊളി ബിരിയാണി നമ്മൾ എടുത്തോണ്ടിരിക്കുന്നു. നല്ല ബിരിയാണിയാണ്. നമ്മൾ ജെൻഡർ റിവ്യൂവിന് എടുത്ത സെയിം സ്ഥലത്തുനിന്ന് തന്നെ എടുത്തേക്കുന്നത്. അച്ചാർ ഇതിനെ കൊണ്ടുപോവാം. റിഹാനെ ഇവിടെ വെക്കാം. അനുഭവം കാട്ടോ കോനമാ. കുഞ്ഞു ബേബിയല്ലേ, അത് പറ്റും. ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്, നല്ല ബേബിയാ. പാവം. എടാ നിങ്ങൾക്ക് രണ്ടുപേർക്കും വരുന്നടാ ഒരു പെങ്ങള് വെച്ച് വരുന്നടാ. നീ ഒരു ഒരു പെണ്ണിനെ പിറന്നോടെ നീ ഇവിടെ ഒരാളെ വന്നപ്പോ തൊട്ട് കൊച്ചിനെ തറ വെക്കാതെ കൊണ്ടു നടപ്പാണ്. അച്ചോ
ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ വേറെ കസിൻസ് വരാനുണ്ടെന്ന്. അപ്പോൾ അവർ വരാൻ ഇച്ചിരി ലേറ്റായി. പിള്ളേരെ കൊണ്ടൊക്കെ വരണ്ടേ, അതിൻ്റെ പാടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഇച്ചിരി ലേറ്റായെങ്കിലും അവർ എത്തി. അപ്പോൾ അത് അവരും ഉണ്ടായിരുന്നു. നമ്മൾ ഒരു റീലൊക്കെ എടുത്ത് അടിച്ച് കളിച്ച് അപ്പോൾ ഇനി എല്ലാവരും പോവാണ്. വളരെ എന്താ പറയുക, വളരെ സന്തോഷമുള്ള വളരെ മെമ്മറബിൾ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ കുഞ്ഞിൻ്റെ പേരൊക്കെ ഇട്ട് 28 കെട്ടി അങ്ങനെ എല്ലാവരും യാത്രയായി. അപ്പോൾ നിങ്ങളും കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതുവരെ കണ്ടു നിന്നതിന് താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.